ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു യാത്ര പോവുകയാണ്. ഒരു സാധനം എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ അതിൽ വന്നപ്പോൾ അതവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എടുക്കാൻ വേണ്ടി പോയത്. പക്ഷേ ഇപ്പോൾ പോയപ്പോൾ അതിനെ കാണാനില്ലായിരുന്നു. ആരും അതിനെ വെട്ടി എറിഞ്ഞിരുന്നു. കണ്ടോ, ഇതെടുക്കാനാണ് നമ്മൾ വന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ ചുണ്ടയ്ക്ക. അപ്പോൾ ഇതൊരു മരുന്നാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ഇതിലുള്ള കായൊക്കെ ആരും എടുത്തിരുന്നു. എന്നിട്ട് ഇതിനെ അവിടെ വെട്ടി. ഇതിൽ 2 എണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ ഇറുത്തെടുത്തു. അങ്ങനത്തെ സങ്കടത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് ജീവനുള്ള വേറൊരു ചെടി നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ കുറച്ച് കായൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളിതാ ഇത് ഇറുത്തെടുക്കുകയാണ്. നല്ല മുള്ളായിരുന്നേ. മുള്ള് കുത്താതെ വേണം എടുക്കാൻ. പക്ഷേ മുള്ള് കുത്തും ഗെയ്സ്. കാരണം ഈ ചുണ്ടക്കയിൽ മുള്ളുണ്ട്, അതിൻ്റെ ഇലയിലും മുള്ളുണ്ട്. ഫുൾ മുള്ളാണ്. ഇപ്പോൾ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുണ്ടയ്ക്ക് മാത്രമല്ല, ഇവിടെ നമ്മൾ വേറൊരു ഔഷധ സസ്യം കൂടെ കണ്ടേ, നമ്മൾ കാണിച്ചു തരാം. കണ്ടോ മുള്ള ചുണ്ടക്കയിലേ. അങ്ങനെ ഈ ചെടിയിൽ നിന്ന് ഏകദേശം ചുണ്ടയ്ക്ക് നമ്മൾ ഇറുത്തെടുത്തേ. അങ്ങനെ നമുക്ക് ഏകദേശം ഇത്രയും ചുണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം പഴുത്തതാണ് കിട്ടിയത്. 2-3 എണ്ണം പഴുക്കാത്തതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്നുകൊണ്ട് എടുത്തതാണ്. ബാക്കി ഇതാണ് ഞാൻ പറഞ്ഞ ഔഷധ സസ്യം. ഇതിൻ്റെ പേരെനിക്കറിയില്ല. നമ്മൾ വീഡിയോസിലൊക്കെ ഇപ്പോൾ കണ്ട ഇതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ കായൊക്കെ കഴിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് പഴുത്തിട്ടില്ല, കണ്ടതുകൊണ്ട് എടുത്തതാണ്. പിന്നെ ഇത് നമ്മൾ നമ്മുടെ വയലിലോട്ടാണ് വന്നത്. ആഹാ, എത്ര സുന്ദരമായി വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന നടപ്പാതല്ലേ. പിന്നെ ഇതാ നമ്മളുടെ വയലിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വാഴയെല്ലാം തല കുനിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ വാഴ തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ, നമ്മൾ അവരുടെ കായ്ഫലമെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പരിഹസിക്കുകയാണെന്ന്. എന്തായാലും ഇപ്പം നമ്മൾ വന്നത് നമ്മുടെ ആട്ടിനുള്ള കുഴ നോക്കിയിട്ടാണ്. അപ്പോൾ അതിന് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇല വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളിതാ വൃത്തിയാക്കിയിട്ടുന്ന ചാലെല്ലാം മുട്ടപ്പായൽ കൊണ്ട് സുന്ദരമായ പച്ചപ്പട്ട് വിരിച്ച് കിടക്കുകയാണ്. ഇതാ നോക്കൂ. എല്ലാം വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ പായൽ പിടിക്കുകയെ. പിന്നെ അവിടെ നിന്നൊരു കൂമ്പൊക്കെ ഒടിച്ചെടുത്തു. നമുക്ക് നാളെ തോരൻ വയ്ക്കാമല്ലോ. പിന്നെ ഇതാ മുറിച്ചെടുത്ത ഇലയുമായി മല്ലൻ മുന്നോട്ട്, ബാക്കിൽ നീ മാധവി.